ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേടെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യനുമായിട്ടാണ്. കേടെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന മാത്സ് മെയിൻ സബ്ജക്റ്റ് ആയി വരുന്നവർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വി കൻ സീ ദ ക്വസ്റ്റ്യൻ. An object is thrown at a speed of 20 meter per second. Height above the ground h is given by 20t minus 5t square. What is the maximum height of the object? That is question ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഓബ്ജക്റ്റ് നമ്മൾ മുകളിലേക്ക് എറിയുന്ന വെലോസിറ്റി സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡിൽ നമ്മളൊരു ഓബ്ജക്റ്റ് മുകളിലേക്ക് എറിയുന്നു. ഇനി ഓരോ സമയത്തും അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് h is equal to 20t minus 5t square എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓരോ സമയത്തും, അതായത് ഒരു 1 സെക്കൻഡ് ആകുമ്പോൾ ഇതിന്റെ ഹൈറ്റ് എന്താ 20 മൈനസ് 5, that is 15 മീറ്റർ ഹൈറ്റിലായിരിക്കും 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ്. അങ്ങനെ ഓരോ ടൈമിലും ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇൻ മാക്സിമം ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഹൈറ്റിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് നമുക്കറിയണം? മാക്സിമം ഹൈറ്റ് ഏത് സമയത്താണ് അത് അറ്റൈൻ ചെയ്യുന്നതെന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ മുകളിലേക്ക് എറിയുന്നു. അതിനി മാക്സിമം ഹൈറ്റ് കഴിഞ്ഞിട്ട് അതെന്താക്കും? താഴിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ മാക്സിമം ഹൈറ്റില് അത് എപ്പോഴായിരിക്കും മാക്സിമം ഹൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യാ? മാക്സിമം ഹൈറ്റില് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. വെലോസിറ്റി 0 ആയിരിക്കും. പിന്നീട് അത് ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ വെലോസിറ്റി 0 ആവും, പിന്നെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെലോസിറ്റി എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഒരു ഒബ്ജക്റ്റ് നമ്മൾ എറിയുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് അക്വയർ ചെയ്യുന്ന ഹൈറ്റ്. ഓരോ ടൈമിലും അത് അക്വയർ ചെയ്യുന്ന ഹൈറ്റ്. അപ്പൊ നമ്മൾ ഈ ഹൈറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ വെലോസിറ്റി അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ തന്നിട്ടുള്ളത്? 20t മൈനസ് 5t സ്ക്വയർ. ഇനി ഇതിന്റെ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? വെലോസിറ്റി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഓർ ഡി ബൈ ഡി ടി ഓഫ് എച്ച് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് 20t, 20 ഡി ബൈ ഡി ടി ഓഫ് ടി 1 ആണ്. അപ്പൊ 20 മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 5t സ്ക്വയർ, 5 into 2t, ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ 2t. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എച്ച് ഓർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടി? 20 മൈനസ് 10t ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ വെലോസിറ്റി മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എന്തായിരിക്കും? അറ്റ് മാക്സിമം ഹൈറ്റ് v ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് t കിട്ടും. ദാറ്റ് v എന്താണ് മാക്സിമം ഹൈറ്റില്? 20 മൈനസ് 10t ഈക്വൽ ടു 0. ദാറ്റ് ഇസ് 20 ഈക്വൽ ടു 10t or 10t equal to 20, t equal to 20 by 10, which is equal to 2 seconds. So what is the time at maximum height? 2 seconds. അപ്പൊ മാക്സിമം ഹൈറ്റില് ഇതിന്റെ ടൈം എന്ന് പറയുന്നത്, അതായത് 2 സെക്കൻഡ് ആവുമ്പോഴാണ് ഇത് ഏറ്റവും മാക്സിമം ഹൈറ്റിലേക്ക് എത്തുക. സോ നമുക്ക് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടിക്ക് പകരം 2 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ മാക്സിമം ഹൈറ്റ് h is equal to 20 into 2, 20t minus 5t square ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് 5 into 2 square 4, that is 40 minus 20, 20 into 2 40 minus 5 into 4 20, that is 20 seconds. So what is the maximum height? 20 meter. അപ്പം മാക്സിമം ഹൈറ്റ് എന്താണ്? 20 മീറ്റർ ആയിരിക്കും. ഏത് ടൈമിലാണ് അത് മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നത്? 2 സെക്കൻഡ്സിൽ. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സും മാത്സും റിലേറ്റഡ് ആണ്. ഓൾറെഡി നമ്മൾ മാത്സിലും പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ടു മാക്സിമം ഹൈറ്റ് വെലോസിറ്റി വിൽ ബി 0 എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്രാഫൊക്കെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വി ഓൾറെഡി സ്റ്റഡി ദാറ്റ് dh by dt will be 0 that constant ടൈമിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഏത് ടൈപ്പ് വീഡിയോസ് ആണ്, വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സപ്പോർട്ട്.